അവസാനമായി ഒരു ചുംബനം നൽകാൻ അതിൻ്റെ അച്ഛനും അമ്മയും അടക്കം അടുത്തില്ല. അവർ ഈ കൊലക്കേസിൽ പ്രതികളായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എത്ര ദാരുണമാണ്, ദയനീയമാണ്, ഭീകരമാണ്. തീർച്ചയായും മസിദ, അത് തന്നെയാണ്. ഈ തന്നെ കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മാവനാണ് എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. അതിനൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് സ്വന്തം അമ്മ, പാലൂട്ടിയ അമ്മ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നു. അത് ഏറെ വൈകാരികമായ, ഏറെ വേദനാജനകമായ ഒരു സംഭവമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ദേവേന്ദുവിൻ്റെ അച്ഛൻ ശ്രീജിത്തും അതിനൊപ്പം തന്നെ മുത്തശ്ശി ശ്രീകലയും ഇവിടേക്ക് എത്തും. അവസാനമായി കുഞ്ഞിനെ ഒരു നോക്ക് കാണാനാണ് ഇരുവരെയും ഇവിടെ എത്തിക്കുന്നത്. ഈ അമ്മയ്ക്കും അതിനൊപ്പം തന്നെ അമ്മാവനും ഇവിടെ എത്തേണ്ട ഒരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. അത്തരത്തിൽ വളരെ വൈകാരികമായൊരു സംഭവം, അതിവൈകാരികമായ സന്ദർഭം തന്നെയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കുട്ടിയുടെ അമ്മയില്ല. പകരം കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് ആ അമ്മ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, അത് ഏറെ വൈകാരികമാണ്. നമ്മളുടെ മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്ന, മനസാക്ഷിയോട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ക്രൂരകൃത്യമാണ് ഒരു സ്വന്തം ജീവന് കൊലപ്പെടുത്തുക എന്നുള്ളത്. അത്തരത്തിൽ വലിയൊരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു ഈ കുട്ടിയുടെ അമ്മ എന്നത് തന്നെയാണ് ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ അല്പസമയം മുൻപാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഈ കുട്ടിയുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ മരണം അത് വെള്ളം കുടിച്ചുകൊണ്ടുള്ളൊരു മരണമാണ് കുട്ടിക്ക് ഉണ്ടായത്. അങ്ങനെ ഈ കിണറ്റിലേക്ക് ഈ കുട്ടിയെ എറിഞ്ഞിട്ടാണ് ഈ അമ്മാവൻ കൊലപ്പെടുത്തിയത്. അത് തന്നെയാണ് നേരത്തെ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇത് തന്നെയാണ്. അമ്മാവൻ കിണറ്റിലേക്ക് എറിയുന്ന സമയത്ത് കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. കിണറ്റിൽ വെച്ചാണ് ഈ കുട്ടി വെള്ളം കുടിച്ച് ഈ കുട്ടിയുടെ മുത്തശ്ശി ശ്രീകല അതിനൊപ്പം തന്നെ അച്ഛൻ ഇവിടെ എത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിവൈകാരികമായ സന്ദർഭം. അസിത കുട്ടിയുടെ മുത്തശ്ശിയും അച്ഛനുമാണ് ഇപ്പോൾ എത്തിയത്. അതിവൈകാരികമായ സന്ദർഭം, അത്തരത്തിൽ വലിയ രീതിയിലുള്ള സങ്കടകരമായൊരു സാഹചര്യത്തിൽ സങ്കടകരമായൊരു കാഴ്ച. കുഞ്ഞിന്റെ അച്ഛനെയും പോലീസ് പൂർണ്ണമായും വിട്ടയച്ചതാണോ, അതോ പോലീസ് തന്നെ ഇവിടേക്ക് ഇവരെ അവസാനമായി കുഞ്ഞിനെ കാണാനായി എത്തിക്കുകയാണോ? പോലീസാണ് ഇപ്പോൾ വൈകാരികമായൊരു സംഭവം. ഈ കുട്ടിയുടെ മുത്തശ്ശിയും അച്ഛനും ഇവിടേക്ക് എത്തുന്നു. കുട്ടിയെ അവസാനമായിരുന്നൊക്കെ കാണാൻ ഇവിടേക്ക് എത്തുന്നു. അതിവൈകാരികമായ സന്ദർഭങ്ങൾ ആണ് ഇവിടെ നടക്കുന്നത് എന്നത് തന്നെയാണ്. അത്തരത്തിൽ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുനീർ പോലും പൊഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്.